പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ജൂലൈ മാസം 31 തീയതിയാണ്. ജൂലൈ മാസം അവസാനിക്കുകയാണ്. ഇന്ന് പഠിക്കുന്ന തിരുവചനം പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ തിരുവചനമാണ്. ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് സെയിൻറ്റ് പീറ്റർ ചാപ്റ്റർ 2 വേഴ്സ് 9. അതിങ്ങനെയാണ് നമ്മോട് പറയുന്നത്. നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള, ഞാനും നിങ്ങളുമൊക്കെ കേട്ടിട്ടുള്ള, മനസ്സിനെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വചനമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും, ഇനി പറയുന്നതാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. നോക്കി, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം. അപ്പം നമ്മെ വിളിച്ച ഒരു ദൈവം, നമ്മെ സ്വന്തമാക്കിയ ഒരു ദൈവത്തിൻ്റെ ആ നന്മകൾ നാം പ്രകീർത്തിക്കണം. You are chosen race, a royal priesthood, and a holy nation, God's own people, in order that you may proclaim the mighty acts of Him who called you out of darkness in His marvelous light. അതായത് നമ്മെ വിളിച്ചവന്റെ പ്രവൃത്തികൾ, നമ്മെ സ്വന്തമാക്കിയ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. നാം ദൈവത്തിൻ്റെ സ്വന്തമാണ്. നാം ദൈവത്തിൻ്റെ വിശുദ്ധ ജനതയാണ്. ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ ഭാഗഭാഗിത്വം വഹിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ അംശമാണ്. ദൈവം തിരഞ്ഞെടുത്തവരാണ്. ദൈവത്തിൻ്റെ സ്വന്തം ജനം. വി ആർ ഗോഡ്സ് ഓൺ പീപ്പിൾ. ഐ ആം ഗോഡ്സ് ഓൺ. ഇങ്ങനൊരു ചിന്ത, ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണെന്നൊരു ചിന്ത നമുക്കുണ്ടാവണം. ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ പ്രഭാതം, ജൂലൈ മാസം അവസാനിക്കുമ്പോൾ, കർത്താവേ, നീ എന്നെ സ്വന്തമാക്കിയതിനെ ഓർത്തുകൊണ്ട് നിനക്ക് നന്ദി പറയുന്നു എന്ന് പറയണം. നമ്മുടെ ഈ പ്രഭാതം, ഈ ദിവസം നാം മുന്നോട്ട് കൊണ്ടുപോകും. ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമായ വ്യക്തിയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം എന്നോടൊപ്പമുണ്ട്. ഇത് മനസ്സിൽ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കണം. ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവം എൻ്റെ ഉള്ളിലുണ്ട്, ദൈവം എൻ്റെ ചുറ്റുമുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോടൊപ്പമുണ്ട്. ഈ ഒരു ബോധ്യത്തോടെ ഇന്ന് നമുക്കായിരിക്കാം. യു ആർ ഗോഡ്സ് ഓൺ പീപ്പിൾ. ഐ ആം ഗോഡ്സ് ഓൺ പേഴ്സൺ. ഞാൻ എങ്ങനെയൊന്ന് വിശ്വസിക്കണം? ഞാൻ സ്വന്തമാണ്, ദൈവത്തിൻ്റെ സ്വന്തം. ഐ ആം ഗോഡ്സ് ഓൺ. ഇങ്ങനൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാവട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.